2018 ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധന ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് 7 വർഷത്തിന് ശേഷം മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 67ഓളം ഹർജികൾ പരിഗണിക്കുക. പ്രഥമ പരിഗണനയായി എടുക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ 3-അംഗ ബെഞ്ച് സ്വീകരിക്കും. സുപ്രീം കോടതിയിൽ നിന്ന് എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, ഏതാണ്ട് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വലിയ കോലിളക്കം സൃഷ്ടിച്ച സമാനതകളില്ലാത്ത പ്രതിഷേധം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ ഉയർന്ന ഒരു കേസാണ്. സുപ്രീം കോടതി തന്നെ അസാധാരണമായ നീക്കമെന്ന നിലയിൽ റിട്ട് ഹർജികൾ പരിഗണിക്കുന്നു. അതായത് ഒരിക്കൽ ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞ ഒരു കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്ന രീതിയിൽ അത്രത്തോളം പ്രാധാന്യം നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം നൽകിയ ഒരു കേസാണ്. അതിനാൽ അത്രത്തോളം വലിയ പ്രാധാന്യം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശന ഹർജികൾക്കുണ്ട്. എപ്പോഴാണ് കോടതി ഈ നടപടികളിലേക്ക് കടക്കുക? ഗൗതം, ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ, ഈ പുനഃപരിശോധനാ ഹർജികൾ, അത് 67 ഹർജികളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ചി, വിപുൽ പഞ്ചോലി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ്, 3-അംഗ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കാൻ പോകുന്നത്. ആദ്യ കേസായി തന്നെ ഇത് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 60ഓളം ഹർജികളും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് പ്രത്യേകത. ദാവൂദി ബോറ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ചേലാകർമ്മം, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം, മുസ്ലിം സ്ത്രീകളുടെ മസ്ജിദിൽ ഉള്ള പ്രവേശനം എന്നിവയുമായി ബന്ധപ്പെട്ട ഹർജികളും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. ഈ 67 ഹർജികളും സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് പരിഗണിച്ചിരുന്ന ഹർജികൾ കൂടിയാണ്. 2020 ഫെബ്രുവരിയിൽ 9-അംഗ ബെഞ്ച് വാദം കേൾക്കാൻ ആരംഭിച്ചുവെങ്കിലും അത് പക്ഷേ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. നിലവിൽ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം 3-അംഗ ബെഞ്ച് ഇന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഈ പുതിയ ബെഞ്ചിന്റെ രൂപീകരണവും അത് എന്ന് മുതൽ കേസിൽ വാദം കേട്ട് തുടങ്ങണം എന്നുള്ള കാര്യവുമായിരിക്കും ഇന്ന് പ്രധാനമായും കോടതി തീരുമാനമെടുക്കാൻ പോകുന്നത്. ഏതെങ്കിലും കക്ഷികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വാദം എഴുതി നൽകുകയോ സത്യവാങ്മൂലം സമർപ്പിക്കുകയോ ചെയ്യാവുന്നതുമാണ്. അതായത് ഈ കേസിൽ സംസ്ഥാന സർക്കാർ, ദേവസ്വം ബോർഡ് തുടങ്ങിയവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യം. നമുക്കറിയാം, 2018 യുവതീ പ്രവേശനവും നടത്തി, എന്ത് വില കൊടുത്തും യുവതീ പ്രവേശനം ശബരിമലയിൽ നടത്തും എന്ന് നിർബന്ധ ബുദ്ധി സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു. ശബരിമലയിൽ അവർ നൽകിയ സത്യവാങ്മൂലങ്ങൾ മുഴുവൻ അവിടെ യുവതീ പ്രവേശനം വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെയായിരുന്നു. ആ നിലപാട് ഇപ്പോഴും സർക്കാരിനുണ്ടോ, പിണറായി വിജയൻ സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് സർക്കാർ ഒരു മറുപടി സുപ്രീം കോടതിയിൽ നൽകാനുള്ള സാധ്യത കുറവാണ് ഈ തെരഞ്ഞെടുപ്പടക്കം വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ സർക്കാർ എന്ത് നിലപാട് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ എടുക്കാൻ പോകുന്നു എന്നുള്ളത് ഏവരും ആകാംക്ഷയോടെ നോക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു മെല്ലപ്പോക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷേ അപ്പോഴും നിലപാട് എന്താണ് ഈ സർക്കാരിൻ്റെ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. CPIM-ഉം ദേവസ്വം ബോർഡും മുഖ്യമന്ത്രിയും ഈ സർക്കാർ അടക്കമുള്ളവരും ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയേണ്ടതുമാണ്. 7 വിഷയങ്ങളാണ് വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് സ്വാഭാവികമായും വരാൻ പോകുന്നത്. ഒന്ന്, ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച വകുപ്പുകളും തുല്യത സംബന്ധിച്ച വകുപ്പുകളും തമ്മിലുള്ള ബന്ധം. ഇത് ഈ കോടതിയുടെ വിശാല ബെഞ്ചിന്റെ പരിഗണനയിൽ വരാൻ പോകുന്നതാണ്. മതസ്വാതന്ത്ര്യം സംബന്ധിച്ച 25(1) വകുപ്പിലെ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നത് വിവക്ഷിക്കുന്നത് എന്താണ് എന്നത് കോടതിയുടെ പരിഗണനയിലേക്ക് വരാൻ പോകുന്നതാണ്. ധാർമ്മികത, ഭരണഘടനാ ധാർമ്മികത എന്നീ പ്രയോഗങ്ങൾ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇത് മൊത്തത്തിലുള്ള ധാർമ്മികതയാണോ അതല്ല മതവിശ്വാസവുമായി ബന്ധപ്പെട്ടത് മാത്രമാണോ തുടങ്ങിയ കാര്യങ്ങൾ കോടതി പരിശോധനയ്ക്ക് എടുക്കും. ആചാരങ്ങൾ മതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത രീതിയാണോ എന്നത് കോടതിക്ക് എത്രമാത്രം പരിശോധിക്കാം, അത് മതമേധാവിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കേണ്ടതാണോ തുടങ്ങിയ കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരാം. മതസ്വാതന്ത്ര്യം സംബന്ധിച്ച വകുപ്പിലെ 25(2)(b)യിൽ പറയുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ കോടതിയിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടന്നേക്കും. ഒരു മതത്തിൻ്റെ ഒഴിച്ചുകൂട്ടാനാകാത്ത മതാചാരങ്ങൾക്ക് ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച് 26-ാം വകുപ്പിൻ്റെ സംരക്ഷണമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരും. അതോടൊപ്പം മതപരമായ ആചാരങ്ങളെ ആ മതത്തിലോ വിഭാഗത്തിലോ പെടാത്ത വ്യക്തി
പൊതുതാൽപര്യ ഹർജികളിലൂടെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം അനുവദിക്കണം. അങ്ങനെ 7 കാര്യങ്ങളാണ്, 7 വിഷയങ്ങളാണ് കോടതിയുടെ പരിഗണനയിൽ, ഈ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരാൻ പോകുന്നത്. ഇതിനു പുറമെ 1965 കേരള പൊതു ആരാധന സ്ഥല പ്രവേശനാനുമതി ചട്ടങ്ങൾ ശബരിമല ക്ഷേത്രത്തിന് ബാധകമാണോ എന്ന വിഷയവും വിശാല ബെഞ്ചിന് പരിശോധിക്കുകയും ചെയ്യാം. അതായത് സമഗ്രമായ പരിശോധന ഈ വിഷയത്തിൽ നടക്കും എന്നുള്ളതാണ്, കോടതിയുടെ വിശാല ബെഞ്ചിൽ നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം ഇതാണ്, ഈ പെർപ്പച്വൽ മൈനറാണ് ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത്. അതിൽ തീരുമാനമെടുക്കേണ്ട, അതിൽ തീരുമാനം കോടതിയിൽ അറിയിക്കേണ്ട ദേവസ്വം ബോർഡും സർക്കാരും, ഈ പിണറായി വിജയൻ സർക്കാരും എന്ത് നിലപാടെടുക്കും എന്നതാണ്. മുൻകാലങ്ങളിൽ നവോത്ഥാന മതിലെന്ന പേരിൽ വനിതാ മതിൽ കെട്ടി ശബരിമലയിൽ യുവതികളെ കയറ്റും എന്ന് കടുംപിടുത്തം പിടിച്ച സർക്കാരാണ് കേരളത്തിലേത്. മാത്രമല്ല ആക്ടിവിസ്റ്റുകളെ കോടതി ഉത്തരവിട്ടത് നിർബന്ധമായി ബലപ്രയോഗത്തിലൂടെ സ്ത്രീകളെ അവിടെ കയറ്റണം എന്നായിരുന്നില്ല, വിശ്വാസികളായ യുവതികൾ വന്നാൽ അവിടെ കയറ്റാം എന്നുള്ളതായിരുന്നു. പക്ഷേ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് അവിടെ ഈ കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും പോലെയുള്ള അർബൻ നക്സലുകളെ അവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്, അവരെ മല കയറ്റുകയാണ് ചെയ്തത്. അതേ നിലപാടിൽ ഇപ്പോഴും പിണറായി വിജയൻ സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ചോദ്യം. സർക്കാർ മറുപടി പറയേണ്ടത് സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. ഓക്കെ ശ്രീകാന്ത്, ഒരു കാര്യം കൂടി അറിയാനുള്ളത്, ഈ 1965 ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട്, ആ ആക്ടുമായി ബന്ധപ്പെട്ട് 2018 വന്നിട്ടുള്ളൊരു കോടതി വിധി, അത് ശബരിമലയെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്നതാണ്. അതിലെ റൂൾ 3B ആണ് എടുത്തു കളഞ്ഞത് അല്ലെങ്കിൽ മരവിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നതാകുമല്ലോ ഈ 7 വിഷയങ്ങൾ നമ്മൾ പറഞ്ഞതിൽ ശ്രീകാന്ത് സൂചിപ്പിച്ച 7 വിഷയങ്ങളിൽ ഏറ്റവും സുപ്രധാനമാകുന്നത് അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം, ഒപ്പം കോടതിയുടെ നിലപാട് എന്നുള്ളതല്ലേ? ഗൗതം, തീർച്ചയായും. കാരണം നമ്മൾ കാത്തിരിക്കുന്നത്, കേരളം കാത്തിരിക്കുന്നത്, വിശ്വാസികൾ കാത്തിരിക്കുന്നത്, അയ്യപ്പ ഭക്തർ കാത്തിരിക്കുന്നത് ഈ സർക്കാർ, ഈ പിണറായി വിജയൻ സർക്കാർ മുൻപ് നക്സലൈറ്റുകളെയും അർബൻ നക്സലുകളെയും ഒക്കെ തന്നെ സ്പോൺസേഡായി അവിടെ കൊണ്ടുവന്ന് സ്പോൺസർ ചെയ്ത് ശബരിമലയിൽ കൊണ്ടുവന്ന അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച, തകർക്കാൻ ശ്രമിച്ച CPIM നേതൃത്വം നൽകുന്ന, മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ, LDF സർക്കാർ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ്. അതായത് പഴയതുപോലെ ഈ അർബൻ നക്സലുകളെ അവിടെ കയറ്റണം എന്നുള്ളതായിരിക്കുമോ അവരുടെ തീരുമാനം? യുവതീ പ്രവേശനം എന്ന രീതിയിൽ അതിനെ അനുകൂലിക്കുമോ അവർ? അതോ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഹിന്ദു വോട്ട് കൂടുതലായി കിട്ടണം എന്ന ഒരു താല്പര്യത്തിൽ അതിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, ആ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിൽ സർക്കാരിനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് സർക്കാരിന് കോടതിയിൽ അറിയിക്കാം. അത് സത്യവാങ്മൂലത്തിലൂടെ അല്ലെങ്കിൽ നിലപാട് എഴുതി നൽകുകയും ചെയ്യാം സർക്കാരിന്. നേരത്തെ എന്താണ് സർക്കാർ കോടതി മുൻപാകെ നൽകിയത് എന്നതല്ല, ഇനി എന്ത് നൽകുന്നു എന്നതാണ് പ്രസക്തം. അതായത് സർക്കാരിന് വേണമെങ്കിൽ തങ്ങളുടെ നിലപാട് തിരുത്താം, ഭക്തർക്കൊപ്പം നിൽക്കാം, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാം, തങ്ങളുടെ മുൻ നിലപാട് തെറ്റാണെന്ന് പറയാം. CPIMനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പഴയ നിലപാടുകൾ തിരുത്തുന്നതിൽ, അതിൽ നിന്നും മലക്കം മറിയുന്നതിൽ അസാമാന്യ മെയ്വഴക്കമുള്ള പാർട്ടിയാണ് CPIM. മുൻപ് ട്രാക്ടറിൻ്റെ കാര്യത്തിൽ, കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ, ADB വായ്പയുടെ കാര്യത്തിൽ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളിൽ CPIM ഇത്തരത്തിൽ മലക്കം മറിയുന്ന അസാമാന്യ മെയ്വഴക്കം പ്രകടിപ്പിക്കുന്ന പാർട്ടിയാണ് CPIM. അതിനാൽ തന്നെ ഈ ശബരിമല വിഷയത്തിലും യുവതീ പ്രവേശന വിഷയത്തിലും ഭക്തരെ വിഷമിപ്പിക്കുന്ന, ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വേണമെങ്കിൽ ഉണ്ടാകാതിരിക്കാം. മറിച്ച് മുൻപ് ഞങ്ങൾ ഇങ്ങനെയാണ് കൊടുത്തത്, അതിനാൽ ഇനി മാറാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കോടതി ഇങ്ങനെയാണ് പറയുന്നത്, അതിനാൽ ഞങ്ങൾക്ക് അതനുസരിക്കേണ്ടി വരും എന്ന വാദങ്ങൾ വിലപ്പോകില്ല. കോടതി എന്ന് പറയുന്നത് ബന്ധപ്പെട്ട കക്ഷികൾ സമർപ്പിക്കുന്ന കാര്യങ്ങളിന്മേൽ വാദങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് വിധി പറയുന്ന രീതിയാണ് കോടതികൾക്കുള്ളത്. അല്ലാതെ കോടതി അടിച്ചേൽപ്പിക്കുന്ന രീതി കോടതികൾക്കില്ല. അതിനാൽ സർക്കാരിൻ്റെ തീരുമാനം, ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം തന്നെയാണ് ഇതിൽ പ്രസക്തം. പിണറായി വിജയൻ സർക്കാരിൻ്റെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, CPIMൻ്റെ, ദേവസ്വം ബോർഡിൻ്റെ കോർട്ടിലാണ് പന്ത്. അവരുടെ നിലപാട് നിർണായകമാകും.
ഓക്കെ ശ്രീകാന്ത് അവിടെ തുടരുക. എന്തായാലും കോടതി നടപടികൾ ആരംഭിക്കുന്ന വേളയിൽ ശ്രീകാന്തിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സുപ്രീം കോടതി ഇന്നിപ്പോൾ അല്പസമയത്തിനകം പരിഗണിക്കാൻ പോകുകയാണ്.